കണ്ണൂർ, കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട് ഇവയൊക്കെ അടക്കം 6 ജില്ലാ സെക്രട്ടേറിയറ്റുകൾക്കെതിരെ കടുത്ത തെറ്റുതിരുത്തൽ നടപടികൾക്ക് ശുപാർശ ചെയ്ത് CPIM കേന്ദ്ര കമ്മിറ്റി യോഗം. MV ഗോവിന്ദൻ ക്രിയാത്മകമായ സ്വയം വിമർശനത്തിന് തയ്യാറാകണമെന്ന് നേതാക്കൾ പറഞ്ഞു. കേരളത്തിലെ തോൽവിയിൽ പിണറായി വിജയനെ പരോക്ഷമായി പ്രതിസ്ഥാനത്ത് നിർത്തിയാണ് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ട്. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് അവസാനിക്കും. ശരത് ലാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ശരത് ലാൽ, ഗുഡ് മോർണിംഗ്. തിരഞ്ഞെടുപ്പ് പരാജയവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഒക്കെ ചർച്ച ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചേർന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗം. ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പാർട്ടി തിരുത്തണം എന്നൊരു പൊതുവികാരം ഉയർന്നു വന്നിരിക്കുന്നു. ഏതൊക്കെ ഘടകങ്ങൾ തിരുത്തണമെന്നും പാർട്ടി സെക്രട്ടറി അടക്കം ഏത് വിധത്തിൽ മാറണമെന്നും നേതാക്കളൊക്കെയും തുറന്നു പറഞ്ഞു. ഇന്നിപ്പോൾ യോഗം സമാപിക്കുകയാണ്. എങ്ങനെ വിലയിരുത്താം നമുക്കിതിനെ? ഗുഡ് മോർണിംഗ് സുരേഷി. 3 ദിവസത്തെ നിർണായകമായ കേന്ദ്ര കമ്മിറ്റി യോഗമാണ് ഇന്ന് സമാപിക്കുന്നത്. EP ജയരാജൻ ഒഴിച്ചുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കേരളത്തിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചർച്ച നടന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ്, അതേപോലെ സംസ്ഥാന സമിതി, പാർട്ടി താഴെ ഘടകങ്ങൾ ഒക്കെ വിലയിരുത്തിയ കേരളത്തിലെ പരാജയത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പോളിറ്റ് ബ്യൂറോയും വിലയിരുത്തിയിരുന്നു. ആ പോളിറ്റ് ബ്യൂറോ വിലയിരുത്തിയ റിപ്പോർട്ടാണ് കേന്ദ്ര കമ്മിറ്റിയിൽ അംഗീകരിച്ചത്. കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് തുടക്കമിട്ട് തന്നെ തോമസ് ഐസക്കും അതുപോലെ എളമരം കരീമും അടക്കമുള്ള നേതാക്കളാണ് രൂക്ഷമായ സ്വയം വിമർശനം നടത്തിക്കൊണ്ടാണ് ഈ നേതാക്കൾ തന്നെ ചർച്ചയിൽ ഭാഗഭാക്കമായത്. ഏതായാലും കേരളത്തിലെ 6 ജില്ലകളിലെ ജില്ലാ സെക്രട്ടേറിയറ്റുകൾ ഗുരുതരമായ പാഴ്ചകൾ പറ്റി എന്ന് തന്നെയാണ് റിപ്പോർട്ടിലെ പ്രധാന ഘടകം. അത് സ്വയം തിരുത്താനും അത് സംബന്ധിച്ച കടുത്ത തെറ്റുതിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോകണം. ആ നടപടികൾ സംബന്ധിച്ച് ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ എന്നതിനെക്കുറിച്ച് വിശദമായ ചർച്ചയാണ് സെൻട്രൽ കമ്മിറ്റിയിൽ നടന്നത്. അതേപോലെ തന്നെ 3 ജില്ലാ കമ്മിറ്റികൾ നൽകിയ സ്ഥാനാർത്ഥി പട്ടികയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുത്തൽ വരുത്തി എന്ന ഗുരുതരമായ കണ്ടെത്തലും ആ തിരുത്തലിന് കാരണക്കാരായ എന്തുകൊണ്ട് ആ തിരുത്തലിലേക്ക് തെറ്റുപറ്റി എന്ന രീതിയിലുള്ള ചർച്ചകളും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നടന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, സംസ്ഥാന സെക്രട്ടറി അതേ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ MV ഗോവിന്ദൻ മാഷ് രൂക്ഷ വിമർശനത്തിന് ഇരയായി എന്നുള്ളതാണ്. സ്വയം തിരുത്താനും സ്വയം വിമർശനം സംസ്ഥാന സെക്രട്ടറി സമയം കണ്ടെത്തണം എന്ന രീതിയിലുള്ള പരാമർശം ഈ റിപ്പോർട്ടിലുണ്ട് എന്നാണ് നമുക്ക് ലഭിച്ച സൂചന. ചർച്ചകളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട രീതിയും തെരഞ്ഞെടുപ്പിലേക്കുള്ള അമിത ആത്മവിശ്വാസവും അല്ലെങ്കിൽ പാർട്ടി അംഗങ്ങളുടെ ഉദാസീനത അടക്കം മനസ്സിലാക്കുന്നതിലും അല്ലെങ്കിൽ ഈ തരത്തിലുള്ള തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കത്തിൽ വൻ പാളിച്ചകൾ പറ്റി എന്ന വിലയിരുത്തലും യോഗത്തിലുണ്ട്. പക്ഷേ അതിൽ പ്രധാന കാര്യം പിണറായി വിജയനെ 81 വയസ്സോളമുള്ള പിണറായി വിജയനെ നേരിട്ട് ആക്രമിക്കാതെ പരോക്ഷമായി പിണറായി വിജയനെ പ്രതിസ്ഥാനത്ത് നിർത്തി തന്നെയാണ് പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ച റിപ്പോർട്ട് അതേപടി തന്നെ കേന്ദ്ര കമ്മിറ്റിയും അംഗീകരിച്ചിരിക്കുന്നത്. ഇനി ഈ റിപ്പോർട്ട് തുടർ നടപടിക്കായി സംസ്ഥാന സെക്രട്ടറിയിലേക്കും സംസ്ഥാന സമിതിയിലേക്കും തിരുന്ന കീഴ്ഘടകങ്ങളിലേക്ക് പോകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്ന് കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കും. ശ്രീലക്ഷ്മി.